ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അരി കുതിർത്ത് അരക്കാതെ തന്നെ നമുക്ക് അരിപ്പൊടി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് തന്നെ നമുക്ക് പെട്ടെന്നൊരു നെയ്യപ്പം റെഡിയാക്കി എടുക്കണത് എങ്ങനെ നോക്കിയാലോ. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അച്ചായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു 2.5 അച്ചോളം ശർക്കര എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പാനിയാക്കിയിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് ഞാൻ 1 കപ്പ് പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നെയ്സ് പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന പത്തിരിപ്പൊടിയാണ്. ഇനി വറുത്തതോ വറുക്കാത്ത ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1/2 കപ്പിന് ആ കപ്പിൽ തന്നെ 1/2 കപ്പ് മൈദ എടുത്തിട്ട്, ഇനി കപ്പില്ലെങ്കിൽ ഒരു ഗ്ലാസ്സിലല്ലാതും അളന്നെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ശർക്കര പാനി ഉണ്ടല്ലോ, അത് അധികം ഇങ്ങോട്ട് തിളച്ച ചൂടിലല്ല കേട്ടോ, ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലവണ്ണം തന്നെ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കണേ. ഇനി ഇത് പിന്നെ നല്ലവണ്ണം തന്നെ മിക്സ് ചെയ്തെടുത്ത് 1 കപ്പ് ഒഴിച്ച് ആദ്യം മിക്സ് ചെയ്യുക. എന്നിട്ട് പിന്നെ 1/2 കപ്പിൽ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഒരുപാട് ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കരുത്. പിന്നെ ഓരോ പത്തിരിപ്പൊടിക്കും വെള്ളത്തിന് അളവിൽ വ്യത്യാസം വരും കേട്ടോ. അതുകൊണ്ടാണ് കുറച്ചായി ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം. എനിക്ക് 2 ടേബിൾ സ്പൂൺ ഇതിൽ ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദാ ഈ കട്ടിക്ക് നല്ല കട്ടിയാവും ചെയ്ത്, നല്ല ലൂസായിട്ടും പോകരുത് കേട്ടോ. അങ്ങനെ ദാ ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് റവയാണ് ചേർത്തി കൊടുത്തിട്ട്, പിന്നെ ഒരു 2 പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട്. പിന്നെ എള്ള് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കറുത്ത എള്ള് കുറച്ച് ചേർത്തി കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് ഏലക്കാപ്പൊടിയും അതുപോലെ തന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്തിയത്. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്തട്ടോ. എന്നിട്ടിത് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ഈ കട്ടിയിലാണ് കേട്ടോ ഉള്ളത്. ഇനി കട്ടി നല്ലവണ്ണം കൂടി പോവുകയാണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ എടുക്കുന്ന പത്തിരിപ്പൊടിക്ക് വെള്ളത്തിൻ്റെ അളവിൽ കട്ടി കൂടി പോവുകയാണെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഞാനിത് നല്ലവണ്ണം തന്നെ അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഈ കട്ടിയിലാണ് കേട്ടോ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇത് ചുട്ടെടുക്കാനുള്ള എണ്ണ ഞാനിവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ നല്ല ചൂടായി വരുന്ന സമയത്ത് പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം തന്നെ ഇത് നല്ലവണ്ണം തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ വെള്ളം കുറവാണ് ഉണ്ടെങ്കിൽ പിന്നെന്താണ്, ഞാൻ പറഞ്ഞല്ലോ കട്ടിയായിട്ടാണ് മാവ് വെച്ചെങ്കിൽ തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അല്ല ലൂസായിട്ടാണ് ഇതിൻ്റെ അരികുവശം ഒന്നും റെഡി ആവണില്ലാണ്ടെങ്കിൽ ലൂസായിട്ടാണ് വെച്ചെങ്കിൽ നമ്മൾ ഇതിലേക്ക് കുറച്ച് മൈദപ്പൊടി കുറച്ചും പാടെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഒരു വശം ആയപ്പോൾ ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണേ. ഉൾവശമൊക്കെ നമുക്കൊന്ന് റെഡിയായി കിട്ടാണ്ട്, അല്ലാഞ്ഞാലും ഉൾവശം കുക്കാവില്ല കേട്ടോ. അപ്പോൾ ദാ ഏകദേശം ഈ കളറായ സമയത്ത് ഞാനിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എണ്ണ നല്ലവണ്ണം വാർന്ന് പോയതിന് ശേഷം മാത്രം നമ്മളിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ ഞാൻ എല്ലാതും ഇതുപോലെ തന്നെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 1 നുള്ള് അല്ലെങ്കിൽ 2 നുള്ള് മാത്രം കേട്ടോ. ബേക്കിംഗ് സോഡ ഒരുപാട് ചേർത്തിയാൽ എണ്ണ നല്ലവണ്ണം കുടിക്കും. അങ്ങനെ നമ്മളെ നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിത് ഫുള്ളായിട്ട് ചുട്ടെടുത്തിട്ടില്ല, കുറച്ച് ഭാഗമേ ചുട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് കുറച്ചധികം തന്നെ ചെറിയ സൈസ് ആണെങ്കിലും അധികം കിട്ടും. അപ്പം അതിൻ്റെ ഉൾവശം കണ്ടില്ല, നല്ല സോഫ്റ്റുമാണ്. നല്ല ആരെടുത്ത് അപ്പം തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അരി കുതിർത്ത് തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ള നെയ്യപ്പും ഗോതമ്പ് പൊടിൻ്റെ നെയ്യപ്പൊക്കെ എൻ്റെ ചാനലുണ്ട്, ആവശ്യമുള്ളവർക്ക് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ 27 രാവൊക്കെ അല്ലേ വരുന്നത്. ആ സമയത്ത് നെയ്യപ്പും കലത്തപ്പൊക്കെ തയ്യാറാക്കുന്നവരാണെങ്കിൽ അവർക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പി കൂടിയാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.